പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോ എപ്പിസോഡിൽ ജോൺസണയുടെ സെഗ്മെൻറ്റിൽ സീന എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ജോൺസണയുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. ജോൺസണയുടെ മ്യൂസിക് പ്ലേ ആകുന്നത് ശ്രദ്ധിച്ചാൽ പഴയ മ്യൂസിക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ജോൺസണ പഴയൊരു റിംഗ് ഗിയറിൽ തന്നെയാണ് അദ്ദേഹം റിങ്ങിലേക്ക് വരുന്നതും. അപ്പോൾ പുതുതായി സീനയുടെ ഭാഗത്ത് നിന്ന് നമുക്കൊന്നും കാണാൻ സാധിച്ചില്ല. പുതിയൊരു മെർച്ചൻഡൈസ് ജോൺസണ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിൽ ഉപരി പുതുതായിട്ടുള്ള ഒരു തീം മ്യൂസിക്കോ റിംഗ് ഗിയറോ കാണാൻ സാധിച്ചില്ല. ജോൺസണയുടെ മ്യൂസിക് പ്ലേ ആയ മുതൽക്കേ ജോൺസൺ റിങ്ങി വിട്ട് പോകുന്നത് വരെ ജോൺസണയ്ക്ക് കൂവലായിരുന്നു സമ്മാനമായി ലഭിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. യൂറോപ്പ് ക്രൗഡാണെങ്കിൽ പോലും ജോൺസനെ നല്ല രീതിയിൽ കൂവി വെറുപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ജോൺസണയുടെ സെഗ്മെൻറ്റിൽ ഉടനീളം ജോൺസണ എന്തുകൊണ്ട് ഹീലായി എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ജോൺസണ നൽകുന്നതായിട്ടും കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ജോൺസണ പറയുന്നത് ഇതിനെല്ലാം കാരണക്കാർ ആരാധകർ ആണ് എന്നുള്ളതാണ്. ജോൺസണ അദ്ദേഹം കഴിഞ്ഞ 25 വർഷം അദ്ദേഹത്തിൽ നിന്ന് എല്ലാതും ആരാധകർക്ക് വേണ്ടി നൽകി. പക്ഷേ ആരാധകർ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടും തന്നെ കോമാളിയായി കണ്ടും തന്നെ ഒന്നുമല്ലാതാക്കുകയായിരുന്നു എന്നുള്ളതാണ് സീന ആ പ്രൊമോയിൽ ഉടനീളം പറഞ്ഞത്. ജോൺസണ പറയുന്നത് എല്ലാവരും തന്നെ കോമാളിയായി കണ്ടു, തൻ്റെ ചിരിച്ച മുഖം മാത്രമാണ് എല്ലാവരും കണ്ടത്, തന്നെ മനസ്സിലാക്കാൻ ആരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് വിജയിച്ച് ഇങ്ങനെ കയറി വന്നു. എല്ലാതും നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു, പക്ഷേ നിങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം താറടിച്ച് കാണിക്കുകയായിരുന്നുവെന്നും തന്നെ കോമാളിയായി കാണുകയായിരുന്നു എന്നുള്ളതും ജോൺസണ പറയുന്നുണ്ട്. കൂടാതെ ജോൺസണ പറയുന്നത് പുതിയ തീം മ്യൂസിക്കിനെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്തിന് പുതിയ തീം മ്യൂസിക് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണം? തൻ്റെ ശബ്ദം കൊണ്ട് താൻ പാടിയ ആ ഒരു മ്യൂസിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അത് മാറ്റേണ്ട ആവശ്യം തനിക്കില്ല, നിങ്ങൾക്ക് അത് ഒരിക്കലും അർഹിക്കുന്നില്ല എന്നുള്ളതും സീന പറയുന്നുണ്ട്. അപ്പോൾ എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കോഡി റോഡ്സിനെ ആക്രമിച്ചുകൊണ്ടുള്ള ആ ഒരു ഹിൽ ടേണിൻ്റെ കാരണം അത് ആരാധകർ ആണെന്നാണ് ജോൺസണ പറയുന്നത്. തൻ്റെ റിട്ടയർമെൻറ്റ് ടൂറിലടക്കം നിങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു, തനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതും തൻ്റെ ഫീലിംഗ് എന്താണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയില്ല, എല്ലാത്തിൻ്റെയും കുഴപ്പം നിങ്ങൾ ആരാധകരാണെന്നുള്ളത് ജോൺസണ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതാ എന്നെ കളിയാക്കി കൊണ്ടുവരെയുള്ള ഒരു ചാനലുകൾ നിങ്ങൾ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അത് കൃത്യമാണെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി അടിവരെ ഇടുകയാണ്. അതായത് ജോൺസണയുടെ വാക്കുകൾക്ക് ഹീൽ റെസ്ലറിന് കൊടുക്കുന്ന ഒരു മറുപടിയാണ് ചാനലുകളായിട്ട് അവിടെ ആരാധകർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെയും ആ ഡയറക്റ്റ് സമയത്ത് തന്നെ ജോൺസണ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വെറുക്കുകയാണ്, ഇതുകൊണ്ടാണ് ഞാൻ എലിമിനേഷൻ ചേംബറിൽ ഹീൽ ടേൺ ആയത് എന്നുള്ളത്. നിങ്ങളുടെ ഇപ്പോഴത്തെ നായകൻ കോഡി റോഡ്സ് ആണല്ലോ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് കോഡിയുടെ ആ ഒരു മ്യൂസിക് പ്ലേ ആകുന്നതും കോഡി റിങ്ങിലേക്ക് വരുന്നതും. കോഡി റിങ്ങിലേക്ക് വന്നിട്ട് കോഡി പറയുന്ന 2 പോയിന്റുകളാണ് ഉള്ളത്. ഒന്ന്, നിൻ്റെ നല്ല സമയത്ത് ആരാധകർ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, നിൻ്റെ മോശം സമയത്ത് എന്താണ് നിനക്ക് സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാനും അവരെ പോലെ കാത്തു നിന്നു. എന്തായാലും റെസ്ലർമേനിയ 41 താൻ നേരിടാൻ ആഗ്രഹിക്കുന്നത് പഴയ ജോൺസണെയാണ്, അല്ലാതെ ഈ പുതിയ ജോൺസണെയല്ല. നിൻ്റെ പഴയ ആ ഒരു ക്യാരക്ടറിനെയാണ് തനിക്ക് നേരിടാൻ താല്പര്യം. എന്തായാലും നിന്നെ ഞാൻ പരാജയപ്പെടുത്തും, റെസ്ലർമേനിയ 41 നീ പഴയ ക്യാരക്ടറായിട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് കോഡി റോഡ്സ് റിങ്ങി വിട്ടു പോകുന്നു. കുറച്ച് മിനിറ്റുകൾ റിങ്ങിൽ നിന്നതിന് ശേഷം ജോൺസണെയും റിങ്ങി വിട്ടു പോകുന്നതാണ് കാണാൻ സാധിച്ചത്. കൂടാതെ ജോൺസണ പറയുന്ന മറ്റൊരു മെയിൻ പോയിന്റ്, താൻ വില്ലനോ നായകനോ അല്ല, താൻ വെറുമൊരു മനുഷ്യനാണ്, ഇനി തനിക്ക് വേണ്ടിയിട്ടാണ് താൻ ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളതും ഈ പ്രൊമോയ്ക്കിടയിൽ ജോൺസണ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ ആരാധകർക്ക് വേണ്ടി എല്ലാം നൽകി, പക്ഷേ ആരാധകർ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതികൾ മാത്രമാണ് കഴിഞ്ഞ വർഷത്തിൽ കുറേയധികം തവണ പറഞ്ഞത്. ഇനി തനിക്ക് വേണ്ടി മാത്രമാണ് താൻ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു സെഗ്മെൻറ്റ് ജോൺസണ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ജോൺസണയുടെ ഭാഗത്ത് നിന്ന് ആരാധകരാണ് എല്ലാത്തിനും കാരണം എന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് നമുക്ക് ലഭിച്ചത്. ആ സെഗ്മെൻറ്റ് ലൈവായി കണ്ട കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.